ദില്ലിയിൽ ഡിവൈഎഫ്ഐ നേതാവിന്റെ വീട്ടിൽ RSS ആക്രമണം. ഡിവൈഎഫ്ഐ ദില്ലി സ്റ്റേറ്റ് ട്രഷറർ രാഹുൽ കിരാതിന്റെ വീട്ടിലേക്കാണ് RSS ഗുണ്ടകൾ ഇരച്ചെത്തി മർദ്ദിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയത്. ഫെമിന ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്ന് വിവരങ്ങളുമായി. ഫെമിന, എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം? എന്തിനാണ് ഇവരിങ്ങനെ ഇത്തരത്തിൽ ആക്രമണ ഭീഷണി മുഴക്കിയത്? ഇന്നലെ രാത്രിയോടെയായിരുന്നു ദില്ലിയിൽ ഡിവൈഎഫ്ഐ നേതാവായിട്ടുള്ള രാഹുൽ കിരാതിന്റെ, ഡിവൈഎഫ്ഐയുടെ ദില്ലി സ്റ്റേറ്റ് ട്രഷററാണ് രാഹുൽ കിരാതിന്റെ വീട്ടിലേക്ക് ഇത്തരത്തിൽ 150ഓളം വരുന്ന RSS ഗുണ്ടകൾ ഇരച്ചെത്തുകയും മർദ്ദിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തത്. നേരത്തെ ഈ RSS സംഘപരിവാർ ഇത്തരത്തിൽ RSSന്റെയും അതുപോലെ തന്നെ മറ്റ് സംഘപരിവാർ സംഘടനകളുടെയും ഒക്കെ നേതൃത്വത്തിൽ സംവരണ വിരുദ്ധ ക്യാമ്പയിനുകൾ ഇത്തരത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. ദില്ലി ജന്തർ മന്ദിറിൽ അതിനോടനുബന്ധിച്ച് ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. അത്തരത്തിൽ സംവരണം പിൻവലിക്കണമെന്ന തരത്തിലുള്ള സംവരണ വിരുദ്ധ ക്യാമ്പയിനുകൾ ഇത്തരത്തിൽ സംഘപരിവാർ സംഘടനകൾ നിരന്തരമായി പല ഭാഗങ്ങളിൽ ഇത്തരത്തിൽ നടത്തുന്നുണ്ടായിരുന്നു. ഇതിനെതിരെ, ഇത്തരത്തിലുള്ള ക്യാമ്പയിനെതിരെ രാഹുൽ FBയിൽ ഇട്ട പോസ്റ്റുകളാണ് ഇത്തരത്തിൽ ഈ RSSകാരെ പ്രകോപിപ്പിച്ചത്. അതിനെതിരെ ഉള്ള ഒരു പ്രതിഷേധം എന്ന ഒരു നിലയിലാണ് ഇത്തരത്തിൽ RSS ഗുണ്ടകൾ രാഹുൽ കിരാതിന്റെ വീട്ടിലേക്ക് എത്തിയത്. ഭീഷണിപ്പെടുത്തുകയും ചെയ്തു, മർദ്ദിക്കുമെന്നടക്കം ഭീഷണിപ്പെടുത്തി. ഇന്നലെ രാത്രിയോടെയാണ് ഈ രാഹുൽ കിരാതിന്റെ വീട്ടിലേക്ക് ഇത്തരത്തിൽ RSS ഗുണ്ടകൾ എത്തിയത്. ഈ സംവരണ വിരുദ്ധ ക്യാമ്പയിനെതിരെ രാഹുൽ ഇട്ട പോസ്റ്റുകളാണ് ഇവരെ പ്രകോപിപ്പിച്ചത്. ഒരു ദളിത് നേതാവിന്റെ വീട്ടിലേക്ക് ഇത്തരത്തിൽ സംഘപരിവാർ ഗുണ്ടകൾ വന്നെത്തി ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് ഒരു ദളിത് വിരുദ്ധ മനോഭാവമാണ് RSSകാരുടെ എന്നതാണ് ഇപ്പോൾ CPM അടക്കം വിമർശിക്കുന്നത്. മനുവാദികൾക്ക് ദളിത് വിഭാഗത്തിൽപ്പെട്ടവരുടെ ചിന്തകളോട് അസഹിഷ്ണുതയാണ് ഉള്ളതെന്ന് എന്നാണ് ഇപ്പോൾ CPM വിമർശിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു ആക്രമണമാണ്, അല്ലെങ്കിൽ മർദ്ദിക്കുമെന്നടക്കം ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നലെ RSS ഗുണ്ടകൾ, 150ഓളം വരുന്ന RSS ഗുണ്ടകൾ രാഹുലിന്റെ വീട്ടിലെത്തിയത്. ശരി, ദില്ലിയിൽ ഡിവൈഎഫ്ഐ നേതാവിന്റെ വീട്ടിലേക്ക് RSS ആക്രമണം. വിവരങ്ങളാണ് ഫെമിന ദില്ലിയിൽ നിന്ന് പങ്കുവച്ചത്.